നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യങ്ങൾ നേരിടുന്നതിനായി ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ഒക്കെ ഒരു അവലോകന യോഗം ഉണ്ടായിരുന്നു. ഓൺലൈനായിട്ടാണ് ഈ അവലോകന യോഗം നടന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ഈ യോഗത്തിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അവസാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്നത്തെ അവലോകന യോഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്ന 2 പ്രധാനപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം ഇന്ന് മറുപടി പറഞ്ഞത്. അതിലൊന്ന്, ഈ പ്രളയ സമാനമായ സാഹചര്യത്തിൽ കേരളം കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി ഒരു വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു, വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്ന ആരോപണം നേരത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു, LDF ഉയർത്തിയിരുന്നു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ യാത്ര ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയായിരുന്നുവെന്നും സംസ്ഥാന സർക്കാർ വാടക കൊടുക്കുന്ന ഹെലികോപ്റ്ററിൽ VD സതീശൻ ഒരു സ്വകാര്യ യാത്ര നടത്തിയെന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നതാണ്. അത് പ്രതിപക്ഷം ഏറ്റെടുക്കുക കൂടി ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ 2 ചോദ്യങ്ങൾക്കും അദ്ദേഹം വിശദമായി തന്നെ ഉത്തരം പറഞ്ഞത്. അതിലൊന്നാമത്തേത്, VD സതീശൻ പറഞ്ഞത്, അതായത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ ഈ പ്രളയസമാനമായ സാഹചര്യത്തെക്കുറിച്ച് എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അന്ന് രാവിലെ, അതായത് ഈ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന ദിവസം അന്ന് രാവിലെ തന്നെ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരെ ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ മന്ത്രിമാർ, ഓരോ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും എല്ലാ MLAമാരുമായും ബന്ധപ്പെട്ടു. അതിനുശേഷം ഈ സ്ഥിതിഗതികൾ പൂർണ്ണമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി അവിടെ എത്തേണ്ടതുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ ഒരു സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി മുൻ നിശ്ചയിച്ച പരിപാടികളുമായി അന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മലപ്പുറത്ത് എത്തിയത്. അന്ന് അദ്ദേഹം ഉച്ചഭക്ഷണം കഴിച്ചു എന്നുള്ളത് ശരിയാണ്. വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് താൻ ഉച്ചഭക്ഷണം കഴിച്ചത്. ആ ഭക്ഷണം കഴിച്ചതിൽ തെറ്റ് കണ്ടെത്തുന്നതിൽ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം നീചമായ രാഷ്ട്രീയമാണ് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു വെച്ചത്. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി മുഖ്യമന്ത്രി തള്ളിക്കളയുകയാണ് ചെയ്തത്. അതായത് 2018 കേരളത്തിൽ പ്രളയമുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരനായി ഇരിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹം ഒരു കളിയാക്കൽ കൂടി നടത്തി. അതായത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുക എന്നൊരു കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ചെയ്തിരിക്കുന്നത്. അത് ഒരു വിരുന്നോ അല്ലെങ്കിൽ ആ വിഭവസമൃദ്ധമായ സദ്യയോ ഒന്നും തന്നെ ആയിരുന്നില്ല. താൻ ഒരു ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്. ആ ചടങ്ങിന് ശേഷം അവിടെ ഭക്ഷണം ഏർപ്പാടാക്കിയിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് താൻ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ആ ചടങ്ങിൽ പങ്കെടുത്ത് തനിക്കായി അവിടെ അറേഞ്ച് ചെയ്തിരുന്ന ഭക്ഷണം താൻ കഴിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. അതോടുകൂടി അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ മുനയൊടിക്കുകയാണ്, പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുനയൊടിക്കുകയാണ് ചെയ്തത്. അതായത് നവകേരള സദസ്സിലടക്കം ഉൾപ്പെടെയുള്ള ഈ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നേരത്തെയും വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ മുഖ്യമന്ത്രിക്ക് മത്സ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ നല്ല മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഉച്ചഭക്ഷണം ബഹിഷ്കരിച്ചു പോയ കഥയൊക്കെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നണി ഘടകകക്ഷി നേതാവ് തന്നെ പിന്നീട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇത്തരത്തിൽ ഭക്ഷണ വിവാദം, അങ്ങനെ ആ ആരോപണങ്ങൾ തന്നെ കൊണ്ട് പറയിക്കരുത് എന്നൊക്കെയുള്ള ഒരു സ്വരത്തിലാണ് അദ്ദേഹം പ്രതിപക്ഷ ആരോപണങ്ങളെ അടിച്ച് അമർത്തിയത്. അതായത് ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ നവകേരള സദസ്സിനെക്കുറിച്ചോ അല്ലെങ്കിൽ അന്നത്തെ ഭക്ഷണത്തെക്കുറിച്ചോ ഒന്നും ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നിട്ടുള്ളത്. താൻ വിഭവസമൃദ്ധമായ ഒരു വിരുന്നിൽ പങ്കെടുത്തതൊന്നുമല്ല, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലൊന്ന് പോയി, അത് മുൻ നിശ്ചയിച്ച പരിപാടിയായിരുന്നു. ആ സമയത്ത് അവിടെ നിന്നും ഭക്ഷണം കഴിച്ചു. ഉച്ചഭക്ഷണം കഴിച്ചത് 3 മണിക്കാണ്. അത് തെറ്റാണ് എന്ന് തോന്നുന്നില്ല. 2018 പിണറായി വിജയൻ നിരാഹാരനായിരിക്കുകയായിരുന്നോ, നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്നോ എന്ന ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നു. രണ്ടാമത്തെ വിഷയം അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചാണ്. അതായത് തൻ്റെ ഹെലികോപ്റ്റർ യാത്ര, 2 കാര്യങ്ങളാണ് അദ്ദേഹം ഈ കാര്യത്തിൽ പറഞ്ഞത്. തൻ്റെ ഹെലികോപ്റ്റർ യാത്ര എന്ന് പറയുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല, തീർത്തും തൻ്റെ ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ യാത്ര നടത്തിയത്. രണ്ടാമത്തെ കാര്യം, താൻ ഹെലികോപ്റ്റർ യാത്ര നടത്തിയത് കാരണം സംസ്ഥാനത്തിന് യാതൊരുവിധ 1 രൂപയുടെ നഷ്ടം പോലും ഉണ്ടായിട്ടില്ല. ഈ 2 കാര്യങ്ങളാണ് അദ്ദേഹം ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് പറഞ്ഞത്. അതായത് തൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ യാത്ര നടത്തിയത് എന്ന ആരോപണങ്ങളെ അദ്ദേഹം തള്ളിക്കളയുന്നു. പൂർണ്ണമായും ഔദ്യോഗികമായ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. ഒരു
സംസ്ഥാനത്ത് നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ഒരു സംഘവുമായി തനിക്കന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ച്. കൊച്ചിയിലുള്ള ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ തനിക്ക് രാത്രിയായിരുന്നു മീറ്റിംഗ്, ഡിന്നർ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായി താൻ വന്ദേ ഭാരത് ബുക്ക് ചെയ്തിരുന്നതാണ്. പക്ഷേ പിന്നീട് ആ സംഘത്തിന് നേരത്തെ തന്നെ ദില്ലിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നറിയിച്ചതിനെ തുടർന്നും ആ നിക്ഷേപം തമിഴ്നാട്ടിലേക്ക് ആകർഷിക്കാൻ തമിഴ്നാട് സർക്കാർ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ടുമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി അവർ നേരത്തെ തന്നെ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്, അല്ലാതെ സ്വകാര്യ പരിപാടിക്ക് ആയിരുന്നില്ല. എന്നാൽ ആ നിക്ഷേപകർ ആരാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അത്തരം കാര്യങ്ങൾ വിശദമായ വിവരങ്ങളൊന്നും പുറത്തുവിടാറായിട്ടില്ല. ആ വിവരങ്ങൾ തീർച്ചയായും അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിടും എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ഈ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രതിമാസം 80 ലക്ഷം രൂപ വാടകയ്ക്ക് കഴിഞ്ഞ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കരാർ പ്രകാരം സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിരിക്കുന്നതാണ്. അതിൽ 25 മണിക്കൂർ പ്രതിമാസം പറക്കാൻ സാധിക്കും. കഴിഞ്ഞ ഈ ഒരു മാസം കൊണ്ട് 4-5 മണിക്കൂറുകൾ മാത്രമേ പറന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറക്കൽ അതൊരു കാരണവശാലും സംസ്ഥാന ഖജനാവിന് ഒരു ദോഷവും വരുത്തി വയ്ക്കുന്നതല്ല, അതൊരു ധൂർത്തല്ല എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, ഈ PM ശ്രീ പോലെയുള്ള ചില വിവാദങ്ങൾക്കും അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞു. അതായത് പിന്മാറാൻ കഴിയില്ല എന്ന വാദത്തിൽ, തൻ്റെ മുൻ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. MOU ആണ് സൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്, അതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. അങ്ങനെ പ്രതിപക്ഷം പറയുന്നത് പോലെ പിന്മാറാൻ കഴിയുമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയനും വി ശിവൻകുട്ടിയും പിന്മാറിയില്ല എന്ന പ്രസക്തമായ ചോദ്യവും ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വയ്ക്കുന്നു. മാത്രമല്ല, പത്രലേഖകരുമായി ഒരു ഉടക്ക് അല്ലെങ്കിൽ ഒരു ഉരസൽ അതും ഈ പത്രസമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 2 പത്രപ്രവർത്തകർ ഈ പറയുന്ന ഹെലികോപ്റ്റർ വിവാദവും അതോടൊപ്പം തന്നെ വിരുന്നിൽ പങ്കെടുത്ത വിവാദവും സജീവമായി നിലനിർത്താൻ ശ്രമിക്കുന്നു. അതിന് കൃത്യമായി തടയിട്ടുകൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞു വയ്ക്കുകയാണ്. ദേശാഭിമാനിയിൽ നിന്നും കൈരളിയിൽ നിന്നും വന്ന മാധ്യമ സുഹൃത്തുക്കൾ ഇങ്ങനെ ഇവിടെ വന്ന് എൻ്റെ പത്രസമ്മേളനം അലമ്പാക്കരുത് എന്ന് കൃത്യമായ മുന്നറിയിപ്പ് മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. നിങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചോദിച്ചിരുന്നില്ല അദ്ദേഹത്തോട്. മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നിട്ട് നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചില്ല. തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് താൻ ഇതിന് ഇരുന്നും തരുന്നത് കൊണ്ടാണ്. ദയവായി അതുപോലും അവസാനിപ്പിക്കരുത് ഒരു മുന്നറിയിപ്പ് എന്നൊരു അപേക്ഷ കൂടി മുഖ്യമന്ത്രി വാർത്താലേഖകർക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച വാർത്താലേഖകർക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അവർ ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ മറുപടി പറഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹം ഈ നിക്ഷേപകരാര് എന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല. മാത്രമല്ല, അത് ഭാവിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ നിക്ഷേപകരെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താത്തത്. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം വളരെ വിശദമായി തന്നെ വിശദീകരണങ്ങൾ നൽകി. അതോടൊപ്പം തന്നെ കേരളത്തിൽ ചിലയിടങ്ങളിൽ, പത്തനംതിട്ട പോലെയുള്ള ഇടങ്ങളിൽ വെള്ളമിറങ്ങാത്ത സാഹചര്യം ഒഴിവാക്കിയാൽ കേരളത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ഡാമുകൾ തുറന്നു വിടുമെന്ന വെറുതെ ഭീതി പരത്തുകയാണ് ജനങ്ങളുടെ ഇടയിൽ. ഡാമുകളിൽ അത്ര ഭീകരമായ വെള്ളമൊന്നും എത്തിയിട്ടില്ല എന്ന് കണക്കുകൾ സഹിതം ഉദ്ധരിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മൂഴിയാർ പോലെയുള്ള ചെറിയ ഡാമുകളിൽ ഇത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിവസവും 2 തവണ നീരൊഴുക്ക് പരിശോധിച്ചതിന് ശേഷം വെള്ളം തുറന്നു വിടണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാറുണ്ട്. അതുമാത്രമേ നടന്നിട്ടുള്ളൂ. വലിയ ഡാമുകളൊന്നും തന്നെ തുറന്നു വിട്ടിട്ടില്ല. അങ്ങനെയൊരു സാഹചര്യമില്ല കേരളത്തിൽ എന്നൊക്കെ വളരെ കൃത്യമായി ആശങ്കയുടെ കാര്യമേ ഇല്ല, ആശങ്കയുടെ കാരണമില്ല എന്ന് കൃത്യമായി വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുകയാണ്. ഒപ്പം പ്രതിപക്ഷ ആരോപണങ്ങളെ, ഈ പ്രളയത്തെ നേരിടുന്നതിൽ ഏകോപനമില്ല എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെയെല്ലാം അദ്ദേഹം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയുമാണ്.